ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്ന് നമ്മുടെ കുഞ്ഞു വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. രാവിലെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി. അപ്പോൾ ഇന്ന് നമുക്ക് അമ്പലത്തിൽ പോയ കുറച്ച് വിശേഷങ്ങളൊക്കെ കുഞ്ഞായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെയാണ് നമ്മുടെ വീഡിയോയിലെ. മലനട ക്ഷേത്രത്തിലെ പോരുവഴി പെരുവിരുത്തി മലനടയിലാണ് ഞങ്ങൾ പോയി കേട്ടോ. നമുക്ക് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ. അപ്പോഴപ്പൂപ്പനെയൊക്കെ രാവിലെ കാണാൻ പോയിട്ട് ഞാൻ വന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ എന്താ വിശേഷങ്ങൾ പ്രത്യേകിച്ചൊന്നുമില്ല. ഇങ്ങനെ നമുക്ക് വിരുന്നുകളി തന്നെ, ഓണമാകുമ്പം വിരുന്ന് കളിക്കുമല്ലോ നമ്മൾ കേട്ടോ. അപ്പോൾ വിരുന്നുകളി തന്നെയാണ്. അതേ നമ്മുടെ അപ്പൂപ്പൻ്റെ ഉണ്ണിയപ്പം എല്ലാവരുടെയും കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കൂട്ടുകാരുടെ എല്ലാവരുടെയും കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ അപ്പൂപ്പൻ്റെ അമ്പലത്തിലെ ഉണ്ണിയപ്പം ഇന്ന് ഇത്തിരി ഞങ്ങൾ കഴിച്ചായിരുന്നു കേട്ടോ. പിന്നെ ഇച്ചിരി മധുരം കുറവുണ്ട്, പക്ഷേ നമുക്കൊക്കെ അതാണ് നല്ലത് കേട്ടോ. എന്തായാലും ഓണമൊക്കെ കഴിയുമ്പോൾ എന്തായാലും എനിക്ക് ലാബിലൊന്ന് പോകണം കേട്ടോ. ഐസ്ക്രീമും ഇതേപോലെയുള്ള മധുരമുള്ള സാധനങ്ങളും ഞാൻ ഒട്ടും വിടത്തില്ല. അപ്പോഴെന്തേ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേണ്ടി ഞാൻ അങ്ങ് കഴിക്കാം കേട്ടോ. അപ്പോഴും തരാൻ പറ്റത്തില്ലല്ലോ കേട്ടോ. അപ്പോഴും സൂപ്പ് കഴിക്കാം. ഒരുപാട് മധുരമില്ല ഇന്നത്തെ നമ്മുടെ ഉണ്ണിയപ്പത്തിന്. അപ്പോൾ പിന്നെ എല്ലാവരുടെ കാര്യം അടിപൊളിയായിട്ടുണ്ട്. ഇന്നലെ നല്ല പൂക്കളമൊക്കെ നല്ല സൂപ്പറാണ്. നമ്മുടെ അമ്പലത്തിലെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു. വെക്കേഷനല്ലേ, അപ്പോൾ ദൂരം നിന്നുള്ളവരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും എപ്പോഴും നമ്മുടെ അപ്പൂപ്പനെ നടയടച്ചിടാറില്ലല്ലോ, ആൽത്തറയല്ലേ. അപ്പോഴേ എപ്പോഴും എവിടെ ചെന്നാൽ എപ്പം നമ്മൾ കയറി ചെന്നാലും അപ്പൂപ്പൻ രണ്ട് കൈ നീട്ടി നമ്മളെ സ്വീകരിക്കും കേട്ടോ. അപ്പോഴവിടെ പിന്നെ നട തുറക്കലോ അടയ്ക്കലോ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പം ഇവിടെ ഇരുന്ന് പറഞ്ഞാലും അപ്പൂപ്പനത് കേൾക്കും കേട്ടോ. അപ്പോഴേ നമുക്ക് വിളിച്ച വിളിപ്പുറത്തുള്ള നമ്മുടെ അപ്പൂപ്പനാട്ടോ. അപ്പോൾ ഒരുപാട് ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു ക്ഷേത്രത്തെ പറ്റി. ഒരുപാട് കൂടുതലായിട്ടൊന്നുമില്ല. നമ്മുടെ ഈ പണ്ടത്തെ മഹാഭാരതം രാമായണം അതുമായിട്ടൊക്കെ ഈ ഒരു ക്ഷേത്രം കേട്ടോ. എനിക്ക് കറക്റ്റായിട്ട് അത് അറിയത്തില്ല, മറന്നുപോയി പെട്ടെന്ന് അങ്ങോട്ട് പിടികിട്ടുന്നില്ല. അപ്പോഴും അങ്ങനെ പുരാണ കഥകളുമായിട്ട് നമ്മുടെ ഈ ഒരു ക്ഷേത്രത്തിന് ബന്ധമുണ്ട് കേട്ടോ. എന്നാലും പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടുത്തെ കാര്യമല്ല, അതുകൊണ്ട് എനിക്ക് അത്രമേൽ അറിയത്തില്ല. ഇവിടെയുള്ള നമ്മുടെ അണ്ണനൊക്കെ ഇതിനെപ്പറ്റി അറിയാം. പിന്നെ ഏതോ ഒരു വർഷം ഇവരുടെ കുഞ്ഞുനാളിൽ, നമ്മുടെ അണ്ണൻ്റെയൊക്കെ കുഞ്ഞുനാളിൽ അവിടെ ഭയങ്കരമായൊരു ഭയങ്കരമായിട്ടുള്ളൊരു അപകടം ഉണ്ടായി. അങ്ങനെ ഒരുപാട് പേര് മരിച്ചു. പിന്നെ ഒരുപാട് പേർക്ക് ഈ കാലും കൈയും ഒക്കെ ഓരോരുത്തർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഭയങ്കരമായിട്ടുള്ളൊരു വെടിക്കെട്ടായിരുന്നു. അങ്ങനെ നമ്മുടെ അവിടുത്തെ ഉത്സവത്തിനായിരുന്നു കേട്ടോ. ഉത്സവത്തിന് മീനമാസം 2-ാം വെള്ളിയാഴ്ച അവിടുത്തെ ഉത്സവം കേട്ടോ. അപ്പോൾ അത് ഭയങ്കരമായിട്ടുള്ള ഉത്സവം കേട്ടോ. ഭയങ്കരമായിരുന്നു, കാണണ്ട കേട്ടോ നമ്മൾ. അപ്പോൾ പേര് കേട്ടതെന്ന് പറഞ്ഞാൽ പേര് കേട്ടതാണ് കേട്ടോ. പോരുവഴി മലനട കേട്ടോ. പെരുവുരുത്തി മലനട. അപ്പോഴേ എനിക്കത്രമേൽ അറിയത്തില്ല. എന്നാലും നമ്മുടെ അണ്ണനും ഇവിടുത്തെ നമ്മുടെ അമ്മയ്ക്കുമൊക്കെ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാം. എനിക്ക് അത്രമേൽ അറിയത്തില്ല. പിന്നെ പറഞ്ഞു കേട്ടുള്ള അറിവുകളൊക്കെ ഉള്ളു കേട്ടോ. അപ്പോഴേ വിളിപ്പുറത്ത് ഉള്ള നമ്മുടെ അപ്പൂപ്പനെ രാവിലെ പോയി കണ്ടു. ഇന്നലെ സമയം കിട്ടിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ല. അപ്പോഴും ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു മോളുടെ റിസൾട്ടിൻ്റെയൊക്കെ അവർ ജയിച്ച് കേട്ടോ. അതൊക്കെ നമ്മൾ എല്ലാം ഇങ്ങനെ അപ്പൂപ്പനെ രാവിലെ നമ്മൾ പോയി കണ്ടു. ഒത്തിരി സന്തോഷമായി. അപ്പോൾ ഇന്നലത്തെ ദിവസം വീട്ടിലൊക്കെ പോയി. വീട്ടിൽ പോയിട്ട് രാത്രി ഇഞ്ഞ് വന്നു അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ അമ്പലത്തിലെ കുറച്ച് വിശേഷങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. എന്തോ മോനെ പപ്പ വിളിക്കുന്നു. അപ്പോൾ കുറച്ച് വിശേഷങ്ങൾ, അമ്പലത്തിലെ വിശേഷങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഐസ്ക്രീമും ഉണ്ട്. ഞാൻ പറഞ്ഞത് അത് ഓണം കഴിഞ്ഞ് എന്തായാലും എനിക്ക് ലാബിലൊന്ന് പോണം പിള്ളേരെ. എന്തൊക്കെയാവോ എന്തുവാന്ന് കൺട്രോൾ ചെയ്യുന്നുണ്ട്. എന്നാലും എൻ്റെ കൺട്രോൾ ചില സമയത്തങ്ങ് പോവാം കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ അപ്പോഴേ ഇതും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാനിങ്ങ് കഴിക്കും കുറച്ച് കേട്ടോ. കുറച്ച് കഴിക്കുന്നുണ്ട്. ഇതൊന്നും നമുക്ക് വിട്ട് കളയൊക്കത്തില്ലല്ലോ.
അടിപൊളി. ബാക്കി ഞാൻ കഴിച്ചോളാം കേട്ടോ, പാത്തിരുന്ന് കഴിച്ചോളാം. ഇവർ കണ്ടാൽ എന്നെ ഓടിച്ചിട്ടായിരിക്കും. അപ്പോൾ നമ്മുടെ കുറച്ച് വിശേഷങ്ങൾ, അമ്പലത്തിലെ കുറച്ച് വിശേഷങ്ങൾ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഒത്തിരി സന്തോഷം എല്ലാവരോടും. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ കാണാൻ പോകും കേട്ടോ. കുറച്ചുള്ള അമ്പലത്തിലെ കുറച്ച് വിശേഷങ്ങൾ കേട്ടോ. വീട് കൂട്ടാൻ അറിയാത്ത ഒരു വീട്ടം, ഏത് താക്കോലാണെന്നും അറിയത്തില്ല, ഏത് വഴിക്കാണ് കടക് കൂട്ടുന്നതെന്നും അറിയാത്ത വീട്ടം കേട്ടോ. നമുക്ക് ഇതിനെപ്പറ്റി വലിയ ഏതൊന്നും അറിയത്തില്ല കേട്ടോ. ഇതിനൊക്കെ പൂട്ടുന്നത് കൊണ്ട് എനിക്ക് ഏത് താക്കോൽ ഒരുപാടുള്ളത് കൊണ്ട് ഏത് താക്കോലാണെന്ന് അറിയാൻ വയ്യ കേട്ടോ. പലരും കണ്ട നാണക്കേടായിട്ടോ, ഇങ്ങനെ ഒരു വീട്ടമ്മേ ഉണ്ടോ നാട്ടിൽ പുറത്തെ വീട്ടം. ഇങ്ങനെയാണോ മക്കളെ? താഴോട്ടാക്ക്. എനിക്കറിയത്തില്ല. കുറ്റി അകത്തോട്ടിടാന് ഏത് ഇട്ടേനെ? എന്റെ ദൈവമേ, വല്ലവരെയും കണ്ടാലും നടക്കേട. ഈ ഏത് താക്കോല? ഈ താക്കോലാണോ? ചെറിയ താക്കോലാണോ? വലുതാണോ? ആരും കളിയൊന്നും ആക്കരുത് കേട്ടോ. ഞാൻ അങ്ങനെ താക്കോല വെച്ച് കൂട്ടാറില്ല. ഇവരൊക്കെയാണ് കൂട്ടുന്നത്. അതിങ്ങനെ ഒരു 10,000 ഇതല്ലേ, ഇതില്ലേ, ഒരു 10,000 താക്കോൽ ഇറങ്ങണം. എനിക്ക് ഇത്രയേ ഉള്ളൂ. ഇനിയുണ്ട്. വരുന്നില്ല. കൂട്ടിയൊക്കെ ഉള്ളൂ. 6 എണ്ണം ഉണ്ടല്ലോ. ഒന്ന് പറഞ്ഞു തുറക്കാം. താക്കോല് കൂട്ടാൻ അറിയാത്തതിൻ്റെ ഒരു ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായി കേട്ടോ. ഞാൻ കൂട്ടാത്തതുകൊണ്ട് നമ്മുടെ മോൻ പറയുന്ന അമ്മേ വലിച്ചിട്ട് കൂട്ടാൻ. അങ്ങനെ നമ്മൾ ഒരു വിധത്തിൽ കാര്യം നിസ്സാരം, പക്ഷെ ഞാൻ കൂട്ടാത്തതിൻ്റെ ഒരു ഇതാണ്. അപ്പോഴേ നമ്മളെ അമ്പൂറ്റിയിലൊക്കെ പോയിട്ട് വരട്ടെ കേട്ടോ. നമ്മൾ മലനട അമ്പലത്തിൽ നമ്മൾ അപ്പനെ കണ്ടിട്ട് വരാം കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ അമ്പലത്തിൽ വന്നു കേട്ടോ. ദേ കൊക്കരക്കോഴി കിടന്ന് കൂവുന്നു. എടാ നേരം വെളുത്തതല്ലേ ഉള്ളൂ, നിനക്കെന്ത് വിശക്കുന്നു? നമ്മുടെ വണ്ടികളെല്ലാം മാലയൊക്കെ ഇട്ട് ഇവിടെ കൊണ്ടിട്ടേക്ക് കൊള്ളാല്ലേ. അവന് വിശക്കുന്നെന്ന് തോന്നുന്നു. വെടിപ്പരയിലെ വെടിമാമൻ ദേ, എനിക്ക് പേടിയാ, ഞാൻ ഓടും ഇപ്പോൾ.
അങ്ങനെ നമ്മുടെ തിരുവോണത്തിൻ്റെ ആഘോഷങ്ങളും കഴിഞ്ഞു. രണ്ടാമത്തെ നമ്മുടെ ഓണവും തീർന്നു. അപ്പോഴും നാളെ മൂന്നാമത്തെ ഓണം ചതയം. മറ്റന്നാൾ മുതൽ കുഞ്ഞുങ്ങൾക്കൊക്കെ ക്ലാസ്സിനൊക്കെ പോകണമല്ലോ. അപ്പോൾ മറ്റന്നാൾ മുതൽ എല്ലാവർക്കും ക്ലാസ്സൊക്കെ തുടങ്ങും. നമ്മുടെ അണ്ണനുണ്ടെങ്കിൽ പിന്നെ ഫുള്ള് ടി വിയുടെ മുന്നിൽ വാർത്തയെ. പിന്നെ നമ്മുടെ ഇവിടെ അടുത്ത് കരുനാഗപ്പള്ളിയിൽ ഇന്നലെ ഒരു ഭയങ്കരമായിട്ടുള്ള സംഭവം നടന്നല്ലോ. ഒരു കാറ് 2 ചേച്ചിമാരെ ഇടിച്ചിട്ട് അങ്ങനെ ഒരു ചേച്ചി മരിക്കുകയൊക്കെ ചെയ്തില്ല. കുഞ്ഞുമോളെന്ന് പറഞ്ഞ ഒരു ചേച്ചി മരിക്കുകയൊക്കെ ചെയ്തില്ല. അതിൻ്റെ ന്യൂസ് നമ്മളാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. ഒരു വല്ലാത്ത കഷ്ടമായിപ്പോയി കേട്ടോ. ഓണമായിട്ടും നമുക്ക് ദുഃഖകരമായിട്ടുള്ള വാർത്തകളാണ് നമ്മളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കട്ടെ. ഇന്നലെ രാത്രിയിലായിരുന്നു പാവം ചേച്ചി വളവിൻ്റെ അടുത്ത് വെച്ചല്ലായിരുന്നു അപകടം നടന്നത്. ഭയങ്കര സംഭവമായിപ്പോയി കേട്ടോ. ഇപ്പോഴും സത്യം നമ്മുടെ മലനട അപ്പൂപ്പൻ്റെ അവിടുത്തെ വെടിയാണ് കേട്ടത് കേട്ടോ. ടോന്ന് പൊട്ടുന്നു. അപ്പോൾ വൈകിട്ടത്തെ ദീപാരാധന സമയം. അപ്പോഴും നമുക്കും ഇനി വിളക്കൊക്കെ കൊളുത്താനുണ്ട്. വിളക്കൊക്കെ ഒരുക്കി ഇനി വിളക്ക് കൊളുത്തി നാമം ചൊല്ലണം. അതൊക്കെ ഉള്ളൂ ഇനി നമുക്ക് അടുത്ത പ്രോഗ്രാമുകൾ. അപ്പോഴെല്ലാവർക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ. ഇനിയിപ്പോൾ രാത്രിയാവുമല്ലേ. അപ്പോഴെല്ലാവർക്കും ഗുഡ് നൈറ്റ്. നാളെ നമുക്ക് ചതയം, തിരുവോണാവിട്ടൻ ചതയാഘോഷമൊക്കെ കഴിഞ്ഞല്ലോ നേരത്തെ. ഇനി നാളെ 1-ാം തീയതിയാണ്, കന്നിമാസം 1-ാം തീയതിയാണെന്ന്. പിന്നെ എല്ലാവർക്കും നാളെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ. നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ.